ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. രാത്രി നമുക്ക് ഒരുമിച്ച് പിന്നെയും ദൈവസന്നിധിയിലായിരിക്കാനായിട്ട് കർത്താവ് ഇങ്ങനെ ഒരു അവസരം തരുന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് 2026 നമ്മുടെ ആദ്യത്തെ ക്ലാസ്സാണ്. ദൈവം കഴിഞ്ഞ വർഷം മുഴുവൻ നമ്മളെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ഒക്കെ ചെയ്തോർത്ത് ദൈവത്തിന് സ്തുതിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ക്രിസ്ത്യൻ ഡോക്ട്രിൻസ് എന്നുള്ള ആ ഭാഗത്ത് ബൈബിളിനെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളതിൽ ചിന്തിച്ചത് എന്താണ് പഴയ നിയമം എന്നാണ് നമ്മൾ ചിന്തിച്ചത്. നമ്മൾ പറഞ്ഞു പഴയ നിയമം എന്ന് പറയുന്നത് ഒരു നിയമമല്ല, ശരിക്കും അതൊരു പഴയ ഉടമ്പടിയാണ്, ഒരു കവനൻ്റാണ്, ഒരു കരാറ്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽഡായിട്ട് ചർച്ച ചെയ്തു. പിന്നെ നമ്മൾ എന്താണ് പുതിയ നിയമം, അതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. പുതിയ നിയമം എന്ന് പറയുമ്പോൾ എന്താണ്? ഇപ്പോൾ പഴയ നിയമത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പുതിയ നിയമം എന്ന് പറയുന്നത് അത് ന്യൂ ടെസ്റ്റമെൻ്റ് അല്ലെങ്കിൽ ന്യൂ കവനൻ്റാണ്, പുതിയ ഉടമ്പടി. ഇപ്പോൾ പഴയ ഉടമ്പടി എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം വിശദമായിട്ട് ചർച്ച ചെയ്തു. അപ്പോൾ ആ പഴയ ഉടമ്പടി മാറ്റിയിട്ട് അല്ലെങ്കിൽ അത് ക്യാൻസൽ ചെയ്തിട്ട് ദൈവവും മനുഷ്യനുമായിട്ട് ചെയ്ത ഒരു പുതിയ ഉടമ്പടിയാണ് പുതിയ നിയമം എന്ന് നമ്മൾ പറയുന്ന അതെന്താണ്? അപ്പം എന്താണ് പഴയ നിയമം അല്ലെങ്കിൽ പഴയ ഉടമ്പടി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ദൈവവും ഇസ്രായേൽ മക്കളുമായിട്ടുണ്ടാക്കിയ ഒരു ഉടമ്പടിയായിരുന്നു അത്. അതിൻ്റെ മധ്യസ്ഥൻ മോശയായിരുന്നു. എന്നാൽ പുതിയ ഉടമ്പടി എന്ന് നമ്മൾ പറയുമ്പോൾ അല്ലെങ്കിൽ പുതിയ കവനൻ്റ്, ന്യൂ ടെസ്റ്റമെൻ്റ് എന്ന് നമ്മൾ പറയുമ്പോൾ അത് ദൈവവും സകല മനുഷ്യരുമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഉടമ്പടിയാണത്. അത് യേശുക്രിസ്തുവിലൂടെയാണ് ആ ഉടമ്പടി സ്ഥാപിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പം ഈ നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് എബ്രാലേഖനമൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ കാണുന്നത് ഈ പുതിയ ഉടമ്പടി അല്ലെങ്കിൽ ന്യൂ കവനൻ്റ്, ന്യൂ ടെസ്റ്റമെൻ്റ് എന്ന് പറയുന്നത് ഇത് പഴയ കവനൻറ്റിനേക്കാൾ, പഴയ ഉടമ്പടിയേക്കാൾ എല്ലാ രീതിക്കും മെച്ചപ്പെട്ടതാണ്, മേന്മയേറിയതാണ് എന്ന് നമ്മൾ അവിടെ കാണുന്നുണ്ട്. അപ്പം പുതിയ നിയമം എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ബൈബിളിലുള്ള ആ ബുക്കുകൾ എന്താണ് എന്ന് ചോദിച്ചാൽ, ഈ പുതിയ ഉടമ്പടി, അതായത് പഴയ ഉടമ്പടിയിൽ നിന്ന് പുതിയ ഉടമ്പടിയിലേക്കുള്ള ആ ഒരു ട്രാൻസിഷനും പുതിയ ഉടമ്പടി സ്ഥാപിക്കുന്നതും പിന്നെ ആ പുതിയ ഉടമ്പടിയുടെ വ്യവസ്ഥകളും ഇതൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് നമ്മൾ പുതിയ നിയമം എന്ന പേരിൽ നമ്മൾ പറയുന്ന ഭാഗം. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി ഈ പുതിയ ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട 1-2 ഫീച്ചേഴ്സ്, അതിൻ്റെ 1-2 പ്രത്യേകതകൾ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞു പഴയ ഉടമ്പടിയുടെ, പഴയ കവനൻറ്റിൻ്റെ മീഡിയേറ്റർ, മധ്യസ്ഥൻ എന്ന് പറയുന്നത് ഇറ്റ് വാസ് മോശയായിരുന്നു അതിൻ്റെ മധ്യസ്ഥൻ. എന്നാൽ പുതിയ ഉടമ്പടിയിലേക്ക്, പുതിയ കവനൻറ്റിലേക്ക് നമ്മൾ വരുമ്പോൾ അതിൻ്റെ മീഡിയേറ്റർ അല്ലെങ്കിൽ മധ്യസ്ഥൻ എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. ഞാൻ നേരത്തെ പറഞ്ഞു യേശുക്രിസ്തുവാണ്. മാത്രമല്ല എന്താണ് ഈ പുതിയ ഉടമ്പടിയിലൂടെ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളുടെ എല്ലാം അടിസ്ഥാനമെന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ യാഗമാണ്, യാഗമരണമാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പുതിയ ഉടമ്പടിയിൽ നമുക്ക് ലഭിക്കുന്നത് പാപമോചനവും ദൈവവുമായിട്ടുള്ള നിരപ്പും ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. അതിൻ്റെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? യേശുക്രിസ്തുവിൻ്റെ യാഗമരണമാണ് അതിൻ്റെ അടിസ്ഥാനം എന്ന് നമ്മൾ പറയുന്നത്. അപ്പം ഈ എന്താണ് പുതിയ ഈ ഉടമ്പടി, പുതിയ കവനൻ്റ് നമുക്ക് നൽകുന്ന വാഗ്ദത്തങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രധാനമായിട്ട് ഒന്നാമത്തത് എന്താണ്? യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ വാഗ്ദത്തം എന്ന് പറയുന്നത്. ഇപ്പോൾ പുതിയ ഉടമ്പടിക്കകത്ത്, ന്യൂ കവനൻറ്റിനകത്ത്, ന്യൂ ടെസ്റ്റമെൻറ്റിനകത്ത് ദൈവം മനുഷ്യരുമായിട്ട് ആ കവനൻ്റ് സ്ഥാപിക്കുമ്പോൾ
ദൈവം കൊടുക്കുന്ന പ്രോമിസുകളിൽ ഒന്നാമത്തെ പ്രോമിസ്, ഇറ്റ് ഈസ് ദ ഫോർഗീവ്നെസ് ഓഫ് സിൻസ്. പാപങ്ങളുടെ ക്ഷമ, പാപക്ഷമയാണ്, പാപമോചനമാണ്. എങ്ങനെ? യേശുവിലുള്ള വിശ്വാസത്തിലൂടെ ലഭിക്കുന്ന പാപമോചനം അല്ലെങ്കിൽ പാപക്ഷമയാണ് ഒന്നാമത് ദൈവം കൊടുക്കുന്ന അല്ലെങ്കിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദത്തം എന്ന് പറയുന്നത്. രണ്ടാമത്തെ വാഗ്ദത്തം എന്ന് പറയുന്നത് ഒരു ഇൻറ്റേർണൽ ട്രാൻസ്ഫോർമേഷനാണ്. അതായത് നമുക്ക് ആന്തരികമായിട്ടുണ്ടാകുന്ന ഒരു മാറ്റം. ഇപ്പോൾ ഈ പുതിയ ഉടമ്പടിക്കകത്ത് നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിനകത്ത് നമുക്കുണ്ടാകുന്ന ഒരു ബാഹ്യമായിട്ടുള്ള മാറ്റമല്ല, അല്ലെങ്കിൽ പുറത്തുനിന്ന് എന്തെങ്കിലും ഒരു നിർബന്ധം, ഒരു കമ്പൽഷൻ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുണ്ടാകുന്ന ഒരു മാറ്റമല്ല നമുക്കുണ്ടാകുന്നത്. ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം അവർ ഇൻസൈഡ്. നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ട്രാൻസ്ഫോർമേഷനാണ് ഈ പുതിയ ഉടമ്പടി നമുക്ക് വാഗ്ദത്തം ചെയ്യുന്നത്. പഴയ ഉടമ്പടിയിൽ ദൈവം കൊടുത്ത കുറേ ലോസ് ഉണ്ടായിരുന്നു, നിയമങ്ങളുണ്ടായിരുന്നു. അതനുസരിക്കണം എന്ന് പറഞ്ഞ് അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുമായിരുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ചർച്ച ചെയ്തു. എന്നാൽ പുതിയ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല. ഇത് നമുക്കുണ്ടാകുന്ന ഒരു ഇൻറ്റേർണൽ ട്രാൻസ്ഫോർമേഷനാണ്. നമുക്ക് തന്നെ ഒരു വ്യത്യാസം ഉണ്ടാകുന്നു. ഓക്കെ, അപ്പം നമ്മുടെ ഹൃദയം, അല്ലെങ്കിൽ ഹൃദയം എന്ന് ബൈബിൾ പറയുന്നത് നമ്മുടെ തീരുമാനങ്ങൾ എടുക്കുകയും വികാരങ്ങളൊക്കെ നിൽക്കുന്ന ആ ഒരു ഏരിയയ്ക്കാണ് ബൈബിൾ ഹാർട്ട് അല്ലെങ്കിൽ ഹൃദയം എന്ന് പറയുന്നത്. അപ്പം അത് റിന്യൂ ചെയ്യപ്പെടുന്നു, പുതുക്കപ്പെടുന്നു. അതായത് ദൈവം നമുക്ക് പുതിയൊരു ഹൃദയം തരുന്നു. നമ്മളത് ചിന്തിക്കാം അങ്ങനെ. അപ്പം ബാഹ്യമായിട്ടുള്ള എന്തെങ്കിലും ആചാരങ്ങളോ അല്ലെങ്കിൽ നിയമാവലികളോ കൊണ്ടുണ്ടാകുന്ന മാറ്റമല്ല പുതിയ നിയമത്തിനകത്ത് സംഭവിക്കുന്നത്. ഇത് ഒരു ഇൻറ്റേർണൽ ട്രാൻസ്ഫോർമേഷനാണ്. നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു മാറ്റമാണ് ഈ പുതിയ ഉടമ്പടിക്കകത്ത് ഉണ്ടാകുന്നത്. അതാണ് ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്ന രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എ ന്യൂ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. ദൈവവുമായിട്ട് നമുക്കൊരു പുതിയ ബന്ധം വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്, പ്രോമിസ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ പഴയ ഉടമ്പടിക്കകത്ത് നമുക്കറിയാം, ജനത്തിനൊരിക്കലും ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാനായിട്ട് പറ്റില്ലായിരുന്നു. വൺസ് ഇൻ എ ഇയർ, അല്ലേ, വർഷത്തിൽ ഒരു ദിവസം മഹാപുരോഹിതന് മാത്രമേ അതിവിശുദ്ധ സ്ഥലത്തേക്ക്, ദൈവസാന്നിധ്യത്തിലേക്ക് പോകാനായിട്ട് പറ്റുള്ളായിരുന്നു. ജനങ്ങൾക്കൊന്നും ഒരിക്കലും പോകാനായിട്ട് പറ്റില്ല, സാധാരണ പുരോഹിതന്മാർക്കും പോകാനായിട്ട് പറ്റില്ല. എന്നാൽ ഈ പുതിയ ഉടമ്പടിക്കകത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവമല്ല. ദൈവം നമുക്ക് എല്ലാവർക്കും ദൈവവുമായിട്ടുള്ളൊരു പേഴ്സണൽ ബന്ധം നമുക്ക് തരിക, ഒരു പുതിയ ബന്ധം നമുക്ക് തരികയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താ ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഹാവ് ആക്സസ് ടു ഹിം. നമുക്ക് ദൈവത്തിൻ്റെ അടുത്തേക്ക് നമുക്ക് പ്രവേശനമുണ്ട്. അപ്പം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ അടുത്തേക്ക് നമുക്ക് ചെല്ലാനായിട്ട്, ദൈവത്തിൻ്റെ അടുത്തേക്ക് നമുക്ക് ഒരു ആക്സസ് കിട്ടുന്നു. ഈ മൂന്ന് കാര്യങ്ങളാണ് പ്രോമിസസ് ഓഫ് ന്യൂ കവനൻ്റ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ പുതിയ ഉടമ്പടിയുടെ വാഗ്ദത്തങ്ങൾ എന്ന് നമ്മൾ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ മുമ്പോട്ടേക്ക് പോട്ടെ. ഇതിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഗോസ്പൽ അല്ലെങ്കിൽ സുവിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് ഗോസ്പൽ? എന്താണ് സുവിശേഷം എന്ന് പറഞ്ഞാൽ? സുവിശേഷം എന്ന് പറഞ്ഞാൽ ദൈവവും മനുഷ്യനുമായിട്ടുണ്ടാക്കിയിരിക്കുന്ന ആ പുതിയ ഉടമ്പടിയാണത്. ഓക്കെ, അപ്പം എന്തിനെക്കുറിച്ചാണ് അതിനകത്ത് നമ്മൾ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് അബൌട്ട് ദ സാൽവേഷൻ ത്രൂ ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്തുവിലൂടെ മാനവരാജാതിക്ക് ലഭിക്കുന്ന രക്ഷയെക്കുറിച്ച്, ആ രക്ഷയുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവവുമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ആ ഉടമ്പടിയെ കുറിക്കുന്ന വാക്കാണെന്ത്? ഗോസ്പൽ എന്ന് പറയുന്നത്. അത് ഈ പുതിയ ഉടമ്പടിയെ കുറിക്കാനായിട്ട് നമ്മൾ സൂചിപ്പിക്കുന്ന വാക്കാണ്. അപ്പോൾ ഈ പുതിയ ഉടമ്പടി എന്താണ് എന്ന് അതിൻ്റെ ബിബ്ലിക്കൽ ബേസിസ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ബൈബിളിൽ എന്താണ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സത്യത്തിൽ പുതിയ ഉടമ്പടി എന്താണെന്നുള്ളത് ബൈബിളിൽ പുതിയ നിയമത്തിലല്ല പറഞ്ഞിരിക്കുന്നത്, പഴയ നിയമത്തിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം അതിന് ഏറ്റവും പ്രധാനമായിട്ട് അത് പറഞ്ഞിരിക്കുന്ന ഒരു പാസേജ് എന്ന് പറയുന്നത് ജെറമായയിലാണ്. യിരെമ്യാ പ്രവചനം അതിൻ്റെ 31 അധ്യായത്തിൻ്റെ, യിരെമ്യാ പ്രവചനം 31 അധ്യായത്തിൻ്റെ അതിൻ്റെ 31 മുതൽ 34 വരെയുള്ള വാക്യങ്ങളാണത്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്?
യിരെമ്യാ പ്രവചനം 31 അധ്യായത്തിൻ്റെ 31 തൊട്ട് 34 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും എന്ന യഹോവയുടെ അരുളപ്പാട്. ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ച് മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന നാളിൽ അവരോട് ചെയ്ത നിയമം പോലെ അല്ല. ഞാൻ അവർക്ക് ഭർത്താവായിരുന്നിട്ടും അവർ എൻ്റെ നിയമം ലംഘിച്ചു കളഞ്ഞു എന്ന് യഹോവയുടെ അരുളപ്പാട്. എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു. ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവവുമായും അവർ എനിക്ക് ജനമായും ഇരിക്കും എന്ന യഹോവയുടെ അരുളപ്പാട്. ഇനി അവരിൽ ആരും തൻ്റെ കൂട്ടുകാരനെയും തൻ്റെ സഹോദരനെയും യഹോവയെ അറിയുക എന്ന് ഉപദേശിക്കുകയില്ല. അവർ ആബാലവൃദ്ധം എല്ലാവരും എന്നെ അറിയും. ഞാൻ അവരുടെ അകൃത്യം മോചിക്കും, അവരുടെ പാപമിനെ ഓർക്കുകയുമില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇവിടെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന് 31 വാക്യത്തിൽ പറഞ്ഞത് ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരുന്നതാണ്. അപ്പം ഞാൻ ഈ ക്ലാസ്സിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത് പുതിയ നിയമം അല്ലെങ്കിൽ പുതിയ ഉടമ്പടി എന്ന് പറയുന്നത് ദൈവവും സകല മാനവജാതിയുമായിട്ട് ചെയ്തിരിക്കുന്ന ഉടമ്പടിയാണെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ പറഞ്ഞത് ദൈവം പറയുന്നത് ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടുമാണ് ഉടമ്പടി ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞത് തെറ്റാണോ? അല്ല, ഒരിക്കലും അല്ല. കാരണം എന്താ വെച്ചാൽ ഇവിടെ ദൈവം പറയുന്നത് ഒരു പുതിയ ഉടമ്പടിയെക്കുറിച്ചാണ്. അപ്പോൾ പുതിയ ഉടമ്പടി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ദർ ഷുഡ് ബി ആൻ ഓൾഡ് വൺ. പഴയത് ഒരെണ്ണം ഉണ്ടാക്കണം. അപ്പോൾ പഴയത് ആരുമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൂ? യഹൂദന്മാരുമായിട്ടും ഇസ്രായേൽ മക്കളുമായിട്ട് പഴയത് ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പം അവർക്കാണ് ഇത് ന്യൂ കവനൻ്റ് ആകുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഈസ് അവർ ഫസ്റ്റ് കവനൻ്റ്. നമ്മുടെ അടുത്ത് ദൈവം ആകെ ഈ ഒരു കവനൻ്റേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ന്യൂ കവനൻ്റ് എന്ന് പറയുമ്പോൾ, പുതിയ ഉടമ്പടി എന്ന് പറയുമ്പം അവിടെ യഹൂദയും ഇസ്രായേലിനെയും മാത്രം പറഞ്ഞിരിക്കുന്നതിൻ്റെ കാരണം ഇതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ ഉടമ്പടി അല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവം നമ്മളുമായിട്ടുണ്ടാക്കിയിരിക്കുന്ന ഏക ഉടമ്പടി ഇതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം പഴയൊരു ഉടമ്പടി ഉള്ളത് കൊണ്ട് അവർക്കിത് പുതിയതായിട്ട് വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് 32 വാക്യത്തിൽ പറയുന്നത് ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ച് മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെയല്ല. ഞാൻ അവർക്ക് ഭർത്താവായിട്ടും അവർ എൻ്റെ നിയമം ലംഘിച്ചു കളഞ്ഞു എന്ന യഹോവയുടെ അരുളപ്പാട്. നോക്കിക്കേ, എന്തുകൊണ്ടാണ് ദൈവത്തിന് പുതിയൊരു ഉടമ്പടി ചെയ്യേണ്ടി വന്നത്? ദൈവത്തിൻ്റെ കുഴപ്പം കൊണ്ടാണോ? അല്ല. ഉടമ്പടിയുടെ കുഴപ്പം കൊണ്ടാണോ? അല്ല. പിന്നെന്താ പ്രശ്നം? ജനം അത് ലംഘിച്ച് കളഞ്ഞു. അപ്പോൾ ആരുമായിട്ടാണോ ഉടമ്പടി ചെയ്തത് ആ ഉടമ്പടി അവർ ലംഘിച്ചു. അപ്പം നമുക്കറിയാം, ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനകത്ത് ഒരു പാർട്ടി ആ എഗ്രിമെൻ്റ് ലംഘിച്ചു കഴിഞ്ഞാൽ ആ എഗ്രിമെൻ്റ് റദ്ദായിപ്പോയി. നമ്മൾ മനസ്സിലാക്കണം, എഗ്രിമെൻറ്റിൻ്റെ പ്രത്യേകത അതാണ്. ഇപ്പം 2 പാർട്ടിക്കും ഉള്ള ഉത്തരവാദിത്തങ്ങൾ ആ എഗ്രിമെൻറ്റിൽ ഉണ്ടായിരിക്കും. അതിലേതെങ്കിലും ഒരു പാർട്ടി ആ എഗ്രിമെൻറ്റിലെ ഉത്തരവാദിത്തങ്ങൾ വീഴ്ച വരുത്തിയാൽ, അത് ലംഘിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് എഗ്രിമെൻ്റ് എന്തായി? ക്യാൻസലായി. അപ്പോൾ ഇതാ സംഭവിച്ചത്. ദൈവത്തിൻ്റെ കുഴപ്പമല്ല, എഗ്രിമെൻറ്റിൻ്റെ കുഴപ്പമല്ല. പക്ഷേ ഇതിനകത്തൊരു പാർട്ടായിരുന്ന ജനം അവർ ഈ എഗ്രിമെൻറ്റിലെ കണ്ടീഷൻസ് അവർ ഒബേ ചെയ്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതെന്തായി? ഇത് ക്യാൻസലായിപ്പോയി. ഈ എഗ്രിമെൻറ്റ് ക്യാൻസലായിപ്പോയി. അതാണ് അവിടെ സംഭവിച്ചത്. സോ നൗ ഗോഡ് ഈസ് സെയിങ് ദാറ്റ് ഐ വിൽ ബി എസ്റ്റാബ്ലിഷിങ് എ ന്യൂ വൺ. എന്തുകൊണ്ട്? പഴയത് ക്യാൻസലായിപ്പോയി കഴിഞ്ഞപ്പം ഇപ്പം പുതിയ ഒരെണ്ണം ഞാൻ ചെയ്യാനായിട്ട് പോകുന്നു. എഫേസ്യർ നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ അതിനകത്ത് കർത്താവ് ക്രൂശിൽ യഹൂദന്മാരും വിജാതീയരുമായിട്ടുള്ള ആ ശത്രുത്വത്തിൻ്റെ നടുച്ചൂർ ഇടിച്ചു കളഞ്ഞു എന്നൊക്കെ പറഞ്ഞത് ഈ പഴയ ഉടമ്പടി അല്ലെങ്കിൽ ഈ പഴയ ടെസ്റ്റമെൻ്റ് അത് ക്യാൻസലായതാണത്. ഓക്കെ, അതാണ് നമ്മളവിടെ പറയുന്നത്. ഓക്കെ, അപ്പം ഇവിടെ അതാണ് അവിടെ സംഭവിക്കുന്നത്. ഇനി 33-34 വാക്യങ്ങളിലാണ് ആ എഗ്രിമെൻ്റ് എന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു. ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും എന്ന യഹോവയുടെ അരുളപ്പാട്. ഇനി അവരിൽ ആരും തൻ്റെ കൂട്ടുകാരനെയും തൻ്റെ സഹോദരനെയും യഹോവയെ അറിയുക എന്ന് ഉപദേശിക്കുകയില്ല. അവർ ആബാലവൃദ്ധം എല്ലാവരും എന്നെ അറിയും. ഞാൻ അവരുടെ അകൃത്യം മോചിക്കും, അവരുടെ പാപമിനെ ഓർക്കുകയുമില്ല എന്ന യഹോവയുടെ അരുളപ്പാട്. അപ്പം ഞാൻ പറഞ്ഞു,
ഈ പുതിയ ഉടമ്പടിക്കകത്ത്, ന്യൂ കവനകത്ത് 3 പ്രോമിസുകളാണ് നമ്മൾ പറഞ്ഞത്. ഒന്നാമത്തെ എന്തായിരുന്നു? ഫോർഗീവ്നെസ് ഓഫ് സിൻസ്, പാപങ്ങളുടെ മോചനം, പാപങ്ങളുടെ ക്ഷമ. നോക്കിക്കേ, 34-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് അവൻ പറയുന്ന ഇതാണ്: ഞാൻ അവരുടെ അകൃത്യം മോചിക്കും, അവരുടെ പാപം ഇനി ഓർക്കുകയില്ല. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കാര്യം. സോ ഗോഡ് വിൽ ബി ഫോർഗിവിങ് ഓൾ ഓഫ് അവർ സിൻസ്. ദൈവം നമ്മുടെ എല്ലാ പാപങ്ങളും എന്ത് ചെയ്യുന്നു? നമ്മളോട് ക്ഷമിക്കുന്നു. അതാണ് പുതിയ ഉടമ്പടിയുടെ ഒന്നാമത്തെ പ്രോമിസ് എന്ന് പറയുന്നത്. പഴയ ഉടമ്പടിക്കകത്ത് ഇങ്ങനെ ഒരു പ്രോമിസ് അവിടെ ഇല്ല. പക്ഷെ പുതിയ ഉടമ്പടിക്കകത്തേക്ക് വരുമ്പോൾ ദൈവം നമുക്ക് നൽകുന്ന വാഗ്ദത്തങ്ങളിൽ ഒന്നാമത്തത് പാപക്ഷമയാണ്. എങ്ങനെ? യേശുക്രിസ്തുവിൻ്റെ ആ യാഗമരണത്താൽ ഉള്ള പാപക്ഷമ. ഇനി രണ്ടാമത്തെ പ്രോമിസ് എന്ന് പറയുന്നത് അതിൻ്റെ 33-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗവും 34-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗവുമാണ്. ഞാൻ വായിക്കാം. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇനി അവരിൽ ആരും തൻ്റെ കൂട്ടുകാരനെയും തൻ്റെ സഹോദരനെയും യഹോവയെ അറിയുക എന്ന് ഉപദേശിക്കുകയില്ല. അവർ ആബാലവൃത്തം എല്ലാവരും എന്നെ അറിയും. അപ്പോൾ പഴയ ഉടമ്പടിക്കകത്ത് ജനത്തിന് ദൈവത്തെ കറക്റ്റ് അറിയത്തില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവരെ ഉപദേശിക്കാനായിട്ട് പുരോഹിതന്മാരുണ്ടായിരുന്നു. പക്ഷെ പുതിയ ഉടമ്പടിയിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ നമുക്ക് ദൈവവുമായിട്ട് വ്യക്തിപരമായിട്ടുള്ള ഒരു ബന്ധം ലഭിക്കുകയാണ്. ഇനി ദൈവത്തിൻ്റെയും എൻ്റെയും ഇടയ്ക്ക് വേറൊരു മീഡിയേറ്ററിൻ്റെ ആവശ്യം ഇല്ല. അതാണ് നമ്മൾ പറയുന്നത്. ഒരു മനുഷ്യ വ്യക്തിയും ദൈവത്തിനും എനിക്കും ഇടയ്ക്ക് മീഡിയേറ്ററായിട്ട് ആവശ്യമില്ല. എനിക്ക് ഡയറക്റ്റ് ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാം. അതാണ് രണ്ടാമത്തെ പ്രോമിസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി മൂന്നാമത്തെന്ന് പറയുന്നത് 33-ാം വാക്യത്തിൻ്റെ ആദ്യ ഭാഗത്താണ്. എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു: ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. നോക്കിക്കേ, പഴയ ഉടമ്പടിക്കകത്ത് ഈ വ്യവസ്ഥകൾ എഴുതിയിരുന്നത് ഒരു ടാബ്ലറ്റ്സ് ഓഫ് സ്റ്റോൺ, ഒരു കൽപ്പലയ്ക്കകത്ത് എഴുതിയിരുന്നത്. അത് പുറത്താണ് വെച്ചിരുന്നത്. പക്ഷേ ഈ പുതിയ ഉടമ്പടിക്കകത്തേക്ക് വരുമ്പോൾ ഇതിൻ്റെ വ്യവസ്ഥകൾ ദൈവം എഴുതുന്നത് പുറത്തൊരു കൽപ്പലകയിലല്ല, ഇത് അവരുടെ ഉള്ളിലാണ് എഴുതുന്നത്. അവരുടെ ഹൃദയത്തിൽ ഞാൻ എഴുതും, അല്ലേ? ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ ഞാൻ എഴുതും. അപ്പോൾ ഈ ഉള്ളിൽ ഈ പ്രമാണം വന്നു കഴിയുമ്പോൾ ദ ട്രാൻസ്ഫോർമേഷൻ ഈസ് കമ്മിങ് ഫ്രം ഇൻസൈഡ്. അതാണ് ഞാൻ നേരത്തെ ഇൻറ്റേർണൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞത്. ഓക്കെ. നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് ആന്തരികമായിട്ട് വരുന്നൊരു മാറ്റമാണ് ഈ പുതിയ നിയമം നമുക്ക് വാഗ്ദത്തം ചെയ്യുന്നത്. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ പുതിയ നിയമത്തിൻ്റെ വാഗ്ദത്തത്തിനകത്ത് രോഗസൗഖ്യമോ ഭൗതിക വിടുതലോ ധനസമ്പാദനമോ അങ്ങനത്തെ ഭൗതികമായിട്ടുള്ള ഒരു കാര്യങ്ങളും പുതിയ ഉടമ്പടിക്കകത്ത് ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. 3 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. 1 പാപക്ഷമ, 2 ദൈവമായിട്ടുള്ള വ്യക്തിപരമായ ഒരു ബന്ധം, 3 നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന ഒരു ഇൻറ്റേർണൽ ട്രാൻസ്ഫോർമേഷൻ. ഈ 3 കാര്യങ്ങളാണ് ഈ പുതിയ നിയമത്തിലൂടെ ദൈവം നമ്മളുമായിട്ട് നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. ഇനി ഈ പുതിയ നിയമത്തിൽ എങ്ങനെയാണ് ദൈവം ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് അതും പഴയ നിയമത്തിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. യെഹെസ്കേൽ പ്രവചനം 36-ാം അധ്യായത്തിൻ്റെ 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. എസക്കിയേൽ ചാപ്റ്റർ 36 വേഴ്സസ് 25 to 27. ഇവിടെ ഇങ്ങനെ നമ്മൾ വായിക്കുന്നത്: ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായിത്തീരും. ഞാൻ നിങ്ങളുടെ സകല മലിനതയും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നീക്കി മാംസമായുള്ള ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരും. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. നോക്കിക്കേ, ഇവിടെ ദൈവം എങ്ങനെയാണ് ഈ കവനൻ്റ് സ്ഥാപിക്കുന്നത് എന്ന് ചോദിച്ചാൽ ബൈ ദ സ്പ്രിംഗ്ലിംഗ് ഓഫ് പ്യുവർ വാട്ടർ, നിർമ്മല ജലം തളിച്ചിട്ടാണ്. പഴയ ഉടമ്പടി ഉണ്ടാക്കിയത് കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തം തളിച്ചിട്ടാണ് ഉണ്ടാക്കിയത്. പക്ഷേ ഇവിടെ ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും. നോക്കൂ, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിലെ കർത്താവ്
പറഞ്ഞൊരു കാര്യമുണ്ട്, അൺലെസ് യു ബോൺ അഗെയിൻ യു വിൽ നോട്ട് എൻ്റർ ഇൻ ടു ദ കിങ്ഡം ഓഫ് ഗോഡ്. നീ വീണ്ടും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തേക്ക് കടക്കില്ല. അപ്പം എങ്ങനെ വീണ്ടും ജനിക്കണം എന്നാണ് പറയുന്നത്? വെള്ളത്തിനാലും ആത്മാവിനാലും. അപ്പം എന്താണ് അവിടുത്തെ വെള്ളം? ചില ആളുകൾ പറയാറുണ്ട് അത് ബാപ്റ്റിസമാണ്. അല്ല, ബാപ്റ്റിസം അല്ല. കാരണം അവിടെ ബാപ്റ്റിസത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല. മറ്റു ചില ആളുകൾ പറയുന്നുണ്ട് അത് ദൈവവചനമാണ്. അല്ല, ദൈവവചനത്തെക്കുറിച്ച് അവിടെ പറയുന്നില്ല. അവിടെ പറഞ്ഞിരിക്കുന്ന വെള്ളം എന്ന് പറയുന്നത് ഇതാണ്. എന്താ? ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും. അതാണ് അവിടുത്തെ വെള്ളം, വെള്ളത്താലുള്ള ജന്മം എന്ന് പറയുന്നത്. അപ്പോൾ ആ നിർമ്മല ജലം തളിക്കുമ്പോൾ എന്താകും? നിങ്ങൾ നിർമ്മലരായിത്തീരും. യു വിൽ ബി പ്യൂരിഫൈഡ്. ഓക്കെ. ഞാൻ നിങ്ങളുടെ സകല മലിനതയെയും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. നിങ്ങളുടെ പാപങ്ങളിൽ നിന്ന് നിങ്ങളെ വിടുവിക്കും. ഓക്കെ. ഇനി 26-ാം വാക്യത്തിൽ ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. നോക്കൂ, ദാറ്റ് ഇൻറ്റേർണൽ ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ അകത്തുണ്ടാവുന്നു. നോക്കണം, ഇവിടെ ദൈവം പറഞ്ഞത് എന്താ പറയുന്നത്? പുതിയൊരു ആത്മാവിനെ നിങ്ങളുടെ ഉള്ളാക്കും, കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നീക്കി മാംസമായുള്ള ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരും. അപ്പം ഇപ്പം ആളുകളുടെ ഹൃദയം എന്താണ്? കല്ലായിട്ടുള്ള ഹൃദയമാണ്, ഹാർഡാണ്, കഠിനമാണ്. അപ്പോൾ ദൈവം ഒരിക്കലും ഈ പഴയ ഹൃദയത്തെ റിപ്പയർ ചെയ്തെടുക്കുകയല്ല കർത്താവ് ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പലപ്പോഴും ഇത് റിപ്പയറിംഗ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദൈവം ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ പഴയ ഹൃദയത്തെ നമ്മുടെ ഉള്ളിൽ നിന്ന് എടുത്ത് വലിച്ചെറിഞ്ഞിട്ട് നമ്മുടെ ഉള്ളിൽ പുതിയൊരു ഹൃദയം തരികയാണ്. എന്ത് ഹൃദയം? മാംസമായ ഒരു ഹൃദയം. നമ്മുടെ പഴയ ഹൃദയം കല്ലായിരുന്നു, അതിനെ മാംസമാക്കി മാറ്റിയല്ല ചെയ്യുന്നത്. ആ ഹൃദയത്തെ എടുത്ത് കളഞ്ഞിട്ട് പുതിയൊരു മാംസമായിട്ടുള്ള ഹൃദയം നമുക്ക് തരും. സോ ദാറ്റ് ഈസ് ദ ഇൻറ്റേർണൽ ട്രാൻസ്ഫോർമേഷൻ. നമ്മുടെ ഉള്ളിലാണ് സംഭവിക്കുന്നത്, പുറത്തല്ല സംഭവിക്കുന്നത്. ഓക്കെ. ഇനി 27-ാം വാക്യത്തിൽ ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. സോ ദ സ്പിരിറ്റ് വിൽ ബി ഗൈഡിങ് യു ഇൻ മൈ വേർഡ്. എൻ്റെ വചനങ്ങളിൽ, എൻ്റെ ചട്ടങ്ങളിൽ ആ ആത്മാവ് നിങ്ങളെ നടക്കുമാറാക്കും. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ പറയുന്നത് ആത്മാവിനെ അനുസരിച്ച് നടക്കുക, ആത്മാവിൽ നടക്കുക എന്നൊക്കെ പറയുന്ന ഇതാണ്. സോ ദ ഹോളി സ്പിരിറ്റ് വിൽ ബി ഗൈഡിങ് യു. പരിശുദ്ധാത്മാവ് നമ്മളെ എന്ത് ചെയ്യും? നടത്തും. ഓക്കെ. അപ്പം ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും, നിങ്ങളെൻ്റെ വിധികളെ പ്രമാണിക്കും. അപ്പം ഇതാണ് പുതിയ ഉടമ്പടിയുടെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അപ്പം ഈ 2 വാക്യങ്ങളിലും ഈ പുതിയ ഉടമ്പടി എന്ന് പറയുന്നത് പഴയ ഉടമ്പടിയേക്കാൾ ശ്രേഷ്ഠമാണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. ഇനി നമ്മൾ ഈ പുതിയ ഉടമ്പടിയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഗോസ്പൽ ഓഫ് ലൂക്ക് ചാപ്റ്റർ 22 വേഴ്സ് 20, ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും കൊടുത്തു, ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എൻ്റെ രക്തത്തിലെ പുതിയ നിയമം ആകുന്നു എന്ന് പറഞ്ഞു. അപ്പം യേശു പറയാണ്, ഈ പഴയ നിയമം, പഴയ ഉടമ്പടി സ്ഥാപിച്ചത് എങ്ങനെയാണ്? കാളകളുടെ രക്തത്താലാണ് സ്ഥാപിച്ചത്. കാളയുടെ രക്തമെടുത്തിട്ട് മോശ എന്ത് ചെയ്തു? ജനത്തിൻ്റെ മേൽ തളിച്ചു. ഓക്കെ. അങ്ങനെയാണ് പഴയ ഉടമ്പടി സ്ഥാപിച്ചത്. പക്ഷെ പുതിയ ഉടമ്പടിക്കകത്ത് എന്താണ് സംഭവിച്ചത്? ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എൻ്റെ രക്തത്തിലെ പുതിയ നിയമമാകുന്നു. സോ മൈ ബ്ലഡ് ഈസ് ഗോയിങ് ടു ബി ഷെഡ് ഫോർ യു. നിങ്ങൾക്ക് വേണ്ടി എൻ്റെ രക്തം ചൊരിയാൻ പോവുകയാണ്. അങ്ങനെ ആ ചൊരിച്ചിലൂടെ, എൻ്റെ രക്തം ചൊരിയുന്നതിലൂടെ ഉണ്ടാകുന്ന ന്യൂ കവനൻ്റ്, പുതിയ ഉടമ്പടിയാണത്. അപ്പോൾ നോക്കൂ, 1 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യത്തിലും നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ഇതാണ്, അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്തു, ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു. സോ ദിസ് കപ്പ് ഈസ് ദ ന്യൂ കവനന്റ് ഇൻ മൈ ബ്ലഡ്, ത്രൂ മൈ ബ്ലഡ്. ഈ കപ്പ്, ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമം ആകുന്നു. ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞു. സോ ദ കപ്പ് ഈസ് റിമൈൻഡിങ് അസ് അബൌട്ട് ദ ന്യൂ കവനന്റ്. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യവും ലോർഡ് സപ്പറിൽ പങ്കെടുക്കുമ്പോൾ, കർത്താവിൻ്റെ മേശയിൽ പങ്കെടുക്കുമ്പോൾ
ഇറ്റ് ഈസ് എന്താണ്, നമ്മളെ റിമൈൻഡ് ചെയ്യാണ്, നമ്മളെ ഓർപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളെ ഓർപ്പിക്കുന്നു. ഓരോ പ്രാവശ്യവും നമ്മൾ കർത്തൃമേശയിൽ പങ്കെടുക്കുമ്പം ആ കപ്പ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. എന്താ? യു ആർ ദ പാർട്ട് ഓഫ് ന്യൂ കവനൻറ്റ്. നിങ്ങൾ പുതിയ ഉടമ്പടിയുടെ ഭാഗമാണ്, പഴയ ഉടമ്പടിയുടെ അല്ല എന്നുള്ളത് മറക്കരുത്. പക്ഷെ ഇന്ന് പലപ്പോഴും നമ്മുടെ സഭായോഗങ്ങളിലൊക്കെ നമ്മൾ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആർ മിക്സിങ് ഇറ്റ്, അല്ലേ? പഴയ ഉടമ്പടിയും പുതിയ ഉടമ്പടിയും ഒക്കെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ സഭായോഗങ്ങൾ നടക്കുന്നത്. പക്ഷെ ദൈവത്തിൻ്റെ കൺസെപ്റ്റ് അതല്ല. എന്താണ്? രോഗസൗഖ്യവും വിടുതലും ഭൗതിക അനുഗ്രഹവും ഒക്കെ പ്രസവിക്കുമ്പോൾ യു ആർ ഗോയിങ് ടു ദ ഓൾഡ് കവനൻറ്റ്, പഴയ കവനൻറ്റിലേക്കാണ് പോകുന്നത്. പുതിയ കവനൻറ്റിലകത്ത് അതൊന്നും വിഷയമല്ല. ഓൺലി 3 things: forgiveness of sins, internal transformation ആൻഡ് പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ബന്ധം, ആന്തരികമായിട്ടുള്ള മാറ്റം, പാപക്ഷമ. ഈ 3 കാര്യങ്ങളാണ് പുതിയ നിയമത്തിനകത്തുള്ളത്. സോ എപ്പോഴൊക്കെ നമ്മൾ കർത്താവിൻ്റെ മേശയിൽ പങ്കെടുക്കുന്നു അപ്പോഴെല്ലാം അത് നമ്മളെ റിമൈൻഡ് ചെയ്യുന്നത് ഇതാണ്: യു ആർ നോട്ട് എ പാർട്ട് ഓഫ് ഓൾഡ് കവനൻറ്റ്, യു ആർ ദ പാർട്ട് ഓഫ് ന്യൂ കവനൻറ്റ്. നിങ്ങൾ പഴയ കവനൻറ്റിലല്ല അംഗമായിരിക്കുന്നത്, നിങ്ങൾ പുതിയ കവനൻറ്റിലാണ് അംഗമായിരിക്കുന്നത് എന്നാണ് ഇത് നമ്മളോട് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഇറ്റ്. ഓക്കെ, അപ്പം ഇതാണ് പുതിയ ഉടമ്പടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം ഇത് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്, ഞാൻ പറഞ്ഞു, ഇത് യേശുക്രിസ്തുവിൻ്റെ യാഗമരണത്താലാണ് ഇത് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. പഴയ ഉടമ്പടി സ്ഥാപിക്കാനായിട്ടും കൊല്ലപ്പെട്ടതെന്ന് പറയുന്നത് കാളയായിരുന്നു. പക്ഷേ പുതിയ ഉടമ്പടി സ്ഥാപിക്കാനായിട്ട് കൊല്ലപ്പെട്ടത് ഒരു കാളയല്ല. പുതിയ ഉടമ്പടി സ്ഥാപിക്കാനായിട്ട് കൊല്ലപ്പെട്ടത് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനായിരുന്നു. അവൻ സ്വർഗത്തിൽ പിതാവിനോടൊരുമിച്ച് ദൈവത്തോട് സമത്വമുള്ളവനായിട്ട് നിന്നവനായിരുന്നു അവൻ. പക്ഷേ അവൻ നമ്മളെ ദൈവവുമായിട്ടുള്ള ഈ ഉടമ്പടിയിലേക്ക് കൊണ്ടുവരേണ്ടതിനായിട്ട് അവനതെല്ലാം വിട്ട് നമ്മളെപ്പോലെ ഒരു മനുഷ്യനായിട്ട് ഈ ഭൂമിയിലേക്ക് വന്നു. എന്നിട്ട് ഫിലിപ്പിലെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, അവൻ തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായിത്തീർന്നു. അപ്പം ആ കർത്താവിൻ്റെ അനുസരണവും കർത്താവിൻ്റെ മരണവും അതാണ് ഈ പുതിയ ഉടമ്പടിയിലേക്ക് നമ്മളെ കൊണ്ടുവന്നത്. കർത്താവ് വന്നില്ലായിരുന്നെങ്കിൽ, കർത്താവ് മരിച്ചില്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ പുതിയ ഉടമ്പടിയിലേക്ക് വരാനായിട്ട് കഴിയത്തില്ലായിരുന്നു. സോ ഇതാണ് പുതിയ നിയമം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അപ്പം പഴയ ഉടമ്പടിയേക്കാൾ എല്ലാ അർത്ഥത്തിലും പുതിയ ഉടമ്പടിയാണ് ശ്രേഷ്ഠമായിട്ടുള്ളത് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഓക്കെ, അപ്പം എന്താണ് ഈ എന്താ പറയുക, ഈ 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 8 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. 9 വാക്യങ്ങൾ: ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജസ്സാകുന്നുവെങ്കിൽ നീതിയുടെ ശുശ്രൂഷ തേജസ്സേറിയതായിരിക്കും. ഓക്കെ, അപ്പം പഴയ നിയമത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അത് ശിക്ഷാവിധിയുടെ ശുശ്രൂഷ എന്നാണ്. അപ്പോൾ അത് തേജസ്സേറിയതാണെങ്കിൽ, തേജസ്സുള്ളതാണെങ്കിൽ, നീതിയുടെ ശുശ്രൂഷ പുതിയ കവനൻ്റ് അത് അധികം തേജസ്സുള്ളതാണ്. ഇനി നീക്കം വരുന്നത് തേജസ്സുള്ളതായിരുന്നുവെങ്കിൽ നിലനിൽക്കുന്നത് എത്ര അധികം തേജസ്സുള്ളതായിരിക്കും. അപ്പോൾ പഴയ കവനൻ്റ് എന്ന് പറയുന്നത്, ഓൾഡ് കവനൻ്റ് എന്ന് പറയുന്നത് അത് നീക്കം വരുന്നതായിരുന്നു, അത് തേജസ്സുള്ളതായിരുന്നു. അങ്ങനെയാണെങ്കിൽ ന്യൂ കവനൻ്റ് എത്ര അധികം തേജസ്സുള്ളത് ആയിരിക്കും നിലനിൽക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ പറയുന്നത്. അപ്പം ഇതാണ് പുതിയ കവനൻ്റ് അല്ലെങ്കിൽ പുതിയ ഉടമ്പടി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഇതാണ്. അപ്പോൾ ഇതിൻ്റെ വ്യവസ്ഥകളും കാര്യങ്ങളും ഒക്കെയാണ് പുതിയ നിയമം എന്ന പേരുള്ള 27 പുസ്തകങ്ങൾ നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് പുതിയ നിയമം. പഴയ നിയമവും പുതിയ നിയമവും എന്ന് പറയുമ്പോൾ നമ്മൾ ഇതാണ് ഉദ്ദേശിക്കുന്നത്.
ഓക്കെ. അപ്പം ഞാൻ ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാനിതിൻ്റെ നോട്ട്സ് ഞാൻ PDF ആയിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അത് നിങ്ങൾക്ക് റെഫർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിച്ച് നമ്മുടെ ക്ലാസ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം.